ചർച്ചകളെ വളരെ മനോഹരമായിട്ടും സത്യസന്ധമായിട്ടും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വരുന്ന ശ്രീ ഉല്ലാസ് ബാബു. ലേശം ഹാസ്യം കലർത്തിയിട്ടും എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചാനൽ ചർച്ചകളിൽ സംസാരിക്കുന്ന ആളാണ്. ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ. വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. എന്ന് പറയാൻ പാടുള്ളൂ. ശരിയാണ്, വീണ ടി എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇവരുടെ സ്ഥാപനം ഉണ്ടല്ലോ, ആ സ്ഥാപനത്തിന്റെ ഷട്ടറും വീണ ടി ആയതുകൊണ്ടല്ല ഇന്ന് ഇവിടെ ചർച്ച നടത്തുന്നത്, വീണ വിജയൻ ആയതുകൊണ്ടാണ്. അവരെല്ലാവരും പറയുന്നുണ്ട് വീണ ടി എന്ന് പറയാൻ പാടുള്ളൂ. ശരിയാണ്, വീണ ടി എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇവരുടെ സ്ഥാപനം ഉണ്ടല്ലോ, ആ സ്ഥാപനത്തിന്റെ ഷട്ടറും അതിലൊക്കെ AKG സെന്ററിന്റെയാണ്. വേണുനൊരു സ്ഥാപനം തുടങ്ങണം, AKG സെന്ററിന്റെ ഷട്ടറിന്റെ നമ്പറും ആ ഡോറിന്റെ നമ്പറും തരുമെന്ന് ചോദിച്ചു നോക്കും. ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് എനിക്കൊരു സ്ഥാപനം തുടങ്ങണം, BJP ഓഫീസിന്റെ നമ്പർ തരുമോ? തരില്ല. അതിന് ചെയ്യാനും പറ്റില്ലല്ലോ. ഇവരുടെ തന്നെ മറ്റു നേതാക്കന്മാരുടെ മക്കൾ തുടങ്ങിയ സ്ഥാപനമൊക്കെ AKG സെന്ററിന്റെ ഡോറിന്റെ നമ്പർ ലെറ്റർ തുടങ്ങിയിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യില്ല. അപ്പൊ അതിനകത്ത് ഇന്റൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള പൈസ വാങ്ങിക്കാനുള്ള ഒരു സൂത്രപ്പണിയുടെ ഭാഗമായിട്ട് നിയമപരമായി കക്കുക എന്ന് പറയപ്പെടുന്ന മനോഹരമായ ഒരു ആചാരം ഇവിടെ നടത്താൻ അവർ തീരുമാനിച്ചു. ആ നടത്തിയത് കണ്ടെത്തി അതിന്റെ പുറകിൽ അതിന്റെ ആഴം എത്രയുണ്ടെന്ന് അന്വേഷിക്കുന്നു. ആഴം അന്വേഷിക്കുന്ന സമയത്ത് ആ കാര്യങ്ങളിൽ എവിടേക്കൊക്കെ ഈ പൈസ പോയിട്ടുണ്ട്, ഇത് മാത്രമാണോ, ഇതിന്റെ അപ്പുറത്തേക്ക് എത്രത്തോളം ഉണ്ട്, ആ ഉള്ള പണം എങ്ങോട്ടൊക്കെ കൊണ്ടുപോയത് നിയമപരമാണോ, ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ തന്നെ ശൈലി, മുൻ മുഖ്യമന്ത്രിയുടെ ശൈലി പറയുകയാണെങ്കിൽ മടിയിൽ കനമുള്ളവനല്ലേ പേടിക്കണ്ടോ? ഇവരുടെ മടിയിൽ കനില്ലെങ്കിൽ ഇവർ എന്തിനാ പേടിക്കണേ? ജാഗ്രത മതി, ഭയപ്പാട് വേണ്ടെന്നല്ലേ അദ്ദേഹം പറയാറ്. ആ ജാഗ്രതയോടുകൂടി ഇവർക്ക് കേസ് നടത്തിയ പോരെ? ജാഗ്രതയോടുകൂടി ഇവർക്ക് സത്യസന്ധത തെളിയിക്കാമായിരുന്നില്ലേ? എന്താണ് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഈ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് ആ വീടിന്റെ മുമ്പിൽ ഈ CPM-കാർ മുഴുവൻ കിടന്നിട്ട് ഇങ്ങനെ ആക്രമം കാണിച്ച് വേഷം കെട്ട് കാണിക്കുന്ന സമയത്ത് അദ്ദേഹം പുറത്തു വന്ന് എന്താ പറഞ്ഞ ആദ്യം പറഞ്ഞ ന്യൂസ് എന്താ? ആദ്യത്തെ ദിവസം മുഷ്ടി ചുരുക്കിട്ടല്ലേ പറഞ്ഞേ, ദുരിതുടക്കം മാത്രം. അപ്പൊ കലക്കല്ലേ കുട്ടികൾ പുറത്തു വന്നിട്ട് വേഷം കെട്ട് കലക്കും. ആർക്ക് കലക്കും? അവർ ജയിലിലും വീണ സുഖമായി കിടന്നുറങ്ങുകയാണ്. ആ രാഷ്ട്രീയം പിണറായി വിജയൻ കരുതിയത് എന്തിനാണ്? തെരുവിൽ ഇറക്കിക്കൊണ്ടായിട്ടാണെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ നോക്കിയതാണ്. ആ രാഷ്ട്രീയം പിറ്റൂസ് എന്താ തിരുത്തി പറഞ്ഞേ? എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് പടവെട്ടിയത്? ഇവരുടെ മകൾക്ക് വേണ്ടി പടവെട്ടി. ഏത് ഏരിയ കമ്മിറ്റി മെമ്പറാണ്, ഏത് ലോക്കൽ സെക്രട്ടറിയാണ്, ഏത് ബ്രാഞ്ച് സെക്രട്ടറിയാണ്, ഏത് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്? ഇതിനകത്ത് BJP സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുള്ളൂ വേണം, വളരെ കൃത്യമാണ്. അന്വേഷണം നടക്കട്ടെ. അത് ഏതെല്ലാം ഏജൻസിയാണോ ആ ഏജൻസി അന്വേഷിക്കട്ടെ. ഇവർക്ക് മുമ്പിൽ ഇവർ CM